പെരിയ കേസിൽ ശിക്ഷാവിധി സ്റ്റേ ചെയ്ത 4 CPM നേതാക്കൾ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, കെ മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ, കെ ഭാസ്കരൻ എന്നിവരാണ് പുറത്തിറങ്ങുന്നത്. KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ ജയിലിന് പുറത്ത് CPM നേതാക്കൾ സ്വീകരിക്കും. വിവരങ്ങളുമായി KV ബൈജു ചേരും. ബൈജു, ഇപ്പോൾ ഈ പ്രതികൾക്ക് വലിയ ആശ്വാസമാണ്. കുടുംബാംഗങ്ങൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇരയാക്കപ്പെട്ട മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട നിരാശയൊക്കെ പങ്കുവച്ചിരുന്നു. നിയമപോരാട്ടം തുടരും. അപ്പോഴും CPM പാർട്ടി ഒട്ടാകെ ഇവർക്കൊപ്പമാണ്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളാണ്. വലിയ സ്വീകരണ പരിപാടികളാണോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രഞ്ജിത്തെ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ തോതിലുള്ള സ്വീകരണ പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ, ഒരുപക്ഷെ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇവരുടെ 4 പേരെയും സ്വീകരിക്കാനായി അവിടെ എത്തും. അതുകൂടാതെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ടാവും. വലിയ തോതിലുള്ള സ്വീകരണം ഉണ്ടാകും. അത് മാത്രമല്ല, കാഞ്ഞങ്ങാട് നഗരത്തിലും വലിയ തോതിലുള്ള സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിൽ 14-ാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ മണികണ്ഠൻ, അതുപോലെ തന്നെ 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ഇത്തരത്തിൽ മരവിപ്പിച്ചത്. ഏതായാലും പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇന്നലെ സാങ്കേതികമായി ഈ നിയമ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ പുറത്തിറങ്ങാൻ കഴിയാത്തത്. ഏതായാലും 9 മണിയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് ജയിലിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 മണിയോടുകൂടി തന്നെ ഇവർക്ക് ജയിൽ മോചിതരാകാൻ കഴിയും. ഏതായാലും ഈ കുടുംബം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും 10 പേരെ ഈ കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട്. അതുൾപ്പെടെ ഈ സംഭവവുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇവർക്ക് ജാമ്യം നൽകിയ നടപടി ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇവരെ ഈ ജയിലിലെത്തുമ്പോൾ വലിയ തോതിൽ അവിടെ എത്തി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ ഈ കോടതിയിൽ നിന്നുള്ള ഈ ഉത്തരവ് വന്നപ്പോൾ തന്നെ PK ശ്രീമതി, മുതിർന്ന നേതാവ് PK ശ്രീമതിയും അതുപോലെ തന്നെ PP ദിവ്യയും ഈ കേസിലെ മുഴുവൻ പ്രതികളെയും ജയിലിനകത്ത് ചെന്ന് കാണുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് മനുഷ്യത്വപരമായ ഒരു നടപടി എന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തോതിലുള്ള സ്വീകരണം ഇവർക്ക് നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും ജയിലിന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നേതാക്കളുണ്ടാവും, പ്രവർത്തകരുണ്ടാവും. അതുകൂടാതെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും 10 മണിയോടുകൂടി തന്നെ ഇവർക്ക് പുറത്ത് ഇറങ്ങാനാകും. നിയമ നടപടി ഇതിൽ തുടരുമെന്ന് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.